പീഡനക്കേസിലെ പ്രതിയെ ഉത്തർപ്രദേശിൽ പോയി പിടികൂടി പത്തനംതിട്ട തിരുവല്ല പോലീസ്. കോട്ടയം മണിമല സ്വദേശി കാളിദാസ് എസ് കുമാറാണ് പിടിയിലായത്. ഫരീദാബാദിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, ഏത് കേസിലെ പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? ഇയാൾ അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു അല്ലേ? വിനീത, ഈയൊരു കേസിലെ പ്രതി കാളിദാസിനെ പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. പത്തനംതിട്ട തിരുവല്ല പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. 17-കാരിയെ 1.5 വർഷത്തോളമാണ് ഈ 23-കാരൻ പ്രതി കാളിദാസ് പീഡിപ്പിച്ചത്. അത് ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുകയും പിന്നീട് പലയിടങ്ങളിൽ ഈ പെൺകുട്ടിയെ എത്തിച്ച് പ്രതി പീഡനം നടത്തുകയുമായിരുന്നു. തുടർന്ന് ഈ 17-കാരിക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായി. തുടർന്ന് വീട്ടുകാർ ഇടപെട്ട് സ്വകാര്യ കൗൺസിലിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. അവിടെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ പീഡന വിവരം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. തുടർന്ന് ഈ കൗൺസിലർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പെൺകുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് പിതാവാണ് തിരുവല്ല പോലീസിൽ പരാതി നൽകിയത്. ഈ പ്രതിയെക്കുറിച്ച് ഏറെ നാൾ അന്വേഷണം നടത്തിയിരുന്നു, പക്ഷേ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇയാൾ സിം കാർഡുകൾ മാറി മാറി മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരുന്നു. അത് മാത്രവുമല്ല, വീട്ടിലേക്ക് അതായത് മാതാപിതാക്കളുമായി ഫോണിൽ ഒരു ബന്ധവും ഈ പ്രതി പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടുന്നതിനുള്ള തടസ്സങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അന്വേഷണം നീളുകയായിരുന്നു. അവിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ഈ പ്രതി ഉണ്ടെന്നുള്ളൊരു സൂചന അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരിൽ നിന്നും തിരുവല്ല പോലീസിന് ലഭിച്ചു. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു ക്യാമ്പിലാണ് ഈ പ്രതി കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി തിരുവല്ല പോലീസ് ഈ പ്രതി കാളിദാസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിനീത, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.